ഈ ആപ്പിൾ സൈഡർ വിനീഗർ വീട്ടിലുണ്ടാക്കുന്ന ഒന്ന് നോക്കാം. ആപ്പിൾ സൈഡർ വിനീഗർ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ആപ്പിൾ എടുത്തിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്യണം, നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കോറും അതിൻ്റെ കുരുവും ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇവിടെ ഞാനത് 2 ജാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. 2 ജാറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ 2 ജാറിലും ആപ്പിൾ എൻ്റെ സ്ലൈസ് എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഏകദേശം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് അത് നല്ല ക്ലോറിനൊന്നുമില്ലാത്ത മിനറൽ വാട്ടറിൽ അത് മിക്സ് ചെയ്ത് അത് പഞ്ചസാര നന്നായിട്ട് അലിപ്പിച്ച് ഈ 2 ജാറിലും ഒഴിച്ച് കഴിഞ്ഞിട്ട് വേറൊരു ചടങ്ങുണ്ട്. അതിനൊരു സ്റ്റാർട്ടറിന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് മേടിച്ച ആപ്പിൾ സൈഡർ വിനീഗറാണ് ആദ്യം ഉപയോഗിക്കുന്നത്. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ആപ്പിൾ സൈഡർ വിനീഗർ പുതിയതിൻ്റെ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. ഈ പഞ്ചസാര ലൈനി നന്നായിട്ട് ഒഴിച്ച് അതിന് മുകളിൽ കുറച്ച് കടയിൽ നിന്ന് വാങ്ങിച്ച ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് നല്ല ഇതുപോലെ തന്നെ ക്ലോറിനില്ലാത്ത നല്ല വെള്ളം കൊണ്ട് അതിൻ്റെ ജാറിൻ്റെ വക്കത്ത് വരെ വെള്ളമൊഴിച്ച് നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കണം. 2 ഇളക്കണം. പിന്നെയും എല്ലാ ദിവസവും കുറേ ഇളക്കുന്ന പരിപാടികളുണ്ട്, അത് നമുക്ക് പിന്നെ കാണാം. ഇപ്പം തൽക്കാലം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കും. അങ്ങനെ ഇളക്കുന്നതിന് വുഡൻ സ്പൂണാണ്, മരം കൊണ്ടുള്ള സ്പൂണാണ് ഉത്തമം. അങ്ങനെ ഇളക്കിയിട്ട് പിന്നെ ചീസ് ക്ലോത്ത് അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന കാർബൺ ഡയോക്സൈഡൊക്കെ പോകാൻ പറ്റുന്ന അതേസമയത്ത് ഫ്രൂട്ട് ഫ്ലൈസ് ഒന്നും കയറാത്ത തുണി കൊണ്ട് കവർ ചെയ്തിട്ട് റബ്ബർ ബാൻഡ് കൊണ്ട് സെക്യൂർ ചെയ്തിട്ട് ഇത് സൂര്യപ്രകാശമില്ലാത്ത എന്നാൽ എയർ സർക്കുലേഷനുള്ള സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് ഓരോ ദിവസവും ഞാൻ പറഞ്ഞ പോലെ ഇതെടുത്ത് ഇളക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അങ്ങനെ ഇളക്കിയിട്ട് ഈ ആപ്പിൾ കുറേ കഴിയുമ്പം താഴെ പോകും. അന്ന് വരെ മിക്കവാറും എല്ലാ ദിവസവും ഇളക്കണം. പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ കാണിക്കാം.